ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ബൈബിളിൽ നിന്നും ധ്യാനിക്കേണ്ടത് 5 ഗ്രന്ഥങ്ങൾ 4 ഗ്രന്ഥങ്ങൾ. ബുക്ക് ഓഫ് വിസ്ഡം ജ്ഞാനത്തിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് സിറാഖ് പ്രഭാഷകൻ്റെ പുസ്തകം പ്രസലോഷ്, അതുപോലെ ഒരു സഭാപ്രസംഗൻ്റെ പുസ്തകം പ്രസലോഷ്, ഹല്ലേലൂയ, ജോബിൻ്റെ പുസ്തകം ഭയങ്കര ഡെപ്താണ്. ജോബൊക്കെ പഠിക്കേണ്ടതാണ് പ്രസലോഷ്. എൻ്റെ മാംസം അഴുകി ഇല്ലാതായാലും അതിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയുന്ന ജോബിന് ആ സഹനത്തിൻ്റെ സമയത്ത് അവൻ്റെ ഫെയ്ത്തിൻ്റെ ലെവല്, എൻ്റെ മാംസം അഴുകി ഇല്ലാതായാലും. കൂട്ടുകാരെല്ലാം പറയും, എടാ ദൈവം ഉണ്ടോടാ, ദൈവമില്ല, നീ ഇത്രയും നേരാജുവായി ജീവിച്ചിട്ട് നിനക്ക് ഈ കഷ്ടകാലമല്ലോ വന്നത്, നീ ദൈവത്തെ തള്ളിയിട്ട് നന്നായിട്ട് പോയി മരിക്കിടാന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുമ്പം അവൻ പറയും നോ 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 നോ. അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടിയ നമുക്കൊരു വേദന ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ തള്ളിപ്പറയുന്നത് ശരിയാണോ എന്ന് തിരിച്ചവൻ ചോദിക്കേ. ഇത്രയേറെ നന്മകൾ ദൈവം തന്നിട്ടൊരു സഹനം തരുമ്പോൾ നമ്മൾ ആ ദൈവത്തെ തള്ളിപ്പറയുന്നത് നീതിയാണോ ചോദിക്കും. പ്രസലോഷം അവൻ പറഞ്ഞു ദൈവം തന്നു, ദൈവത്തിന് മഹത്വം, അവന് പരാതിയില്ല. അവൻ ഭാര്യ പോലും തള്ളിപ്പറഞ്ഞിട്ട് അവസാനം അവൻ പറയുന്നുണ്ട്, എൻ്റെ മാംസം അഴുകി ഇല്ലാതായാലും അതിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞങ്ങൾക്കും അത് ഇടയാകണം. പ്രസലോഷ് അതുപോലെ തന്നെയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം, ഭയങ്കര ഡെപ്താണ്. പ്രസലോഷ് ഞാൻ ഈ 5 പുസ്തകം ഒന്ന് വായിച്ചാൽ മതി, എല്ലാം കിട്ടും. പ്രസലോഷ് എല്ലാം കിട്ടും, മുഴുവൻ ജ്ഞാനം കിട്ടും. ഇടയ്ക്കിടയ്ക്ക് എല്ലാം അത് വായിച്ച് ധ്യാനിക്കുക. പ്രസലോഷ് ലോകത്തുള്ള എല്ലാ ബുദ്ധിമാന്മാരെക്കാളും ജ്ഞാനത്തിൻ്റെ സംഭവം അതിനകത്ത് കിടക്കും. ശ്രദ്ധിക്കണം, എളിമ വേണം. ഇതൊക്കെ വായിക്കണമെങ്കിൽ അല്പം തല കുനിക്കണം. യേശുവേ സ്തുതിക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച്, ഈശോ എന്നും ജീവിക്കും ദൈവം, യാതൊരു സംശയമില്ല. അപ്പോസ്തലൻ പൗലോസ്ലീഗൊക്കെ സഹനം എടുത്ത് നോക്കി, നമ്മളൊന്നും ഒരു സഹനം എടുത്തിട്ടില്ല. യേശുവേ സ്തുതിക്ക്. ഒരു സഹനവും ഇല്ല. 1 കുറേ 40 അടി വീതം കൊണ്ടു, 3 പ്രാവശ്യം മരണവക്രത്തിൽ അകപ്പെട്ടു, കപ്പലപകടത്തിൽപ്പെട്ടു, സ്വന്തക്കാരും സ്നേഹിതരും ഒക്കെ പീഡനമേറ്റ് ഓടി നടന്നു. പ്രസലോഷം എന്തൊരു, എന്നിട്ട് ഈ പീഡനത്തിനടുവിൽ ഓടിപ്പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് പോകും. പ്രസലോഷം ഒരാളോട് പോയി സുവിശേഷം പ്രസംഗിക്കും, 2 പേരുടെ സന്തോഷം. എൻ്റെ തീരുമാനമുണ്ട്, അന്ത്യശ്വാസം വരെ എല്ലാ ദിവസവും ഒരാളോടെങ്കിലും എൻ്റെ കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുള്ളൂ. പ്രസലോഷ് അതെൻ്റെ ഡിസിഷൻ. ഇന്ന് വരെ ദൈവം അതെന്നെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്, നാളെയും പറഞ്ഞിരിക്കും. പ്രസലോഷ് നാളെ കഴിഞ്ഞും പറഞ്ഞിരിക്കും. പ്രസലോഷ് അതിൻ്റെ യാതൊരു വ്യത്യാസമില്ല. പ്രസലോഷ് ദൈവം ആഗ്രഹിക്കും. പ്രസലോഷ് അതിൻ്റെ ഭാഗ്യമല്ലേ. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്നല്ലേ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രസലോഷ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര, ഈശോയിൽ വിശ്വസിക്കുന്നവരോ നമ്മളെ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ ജീവിക്കുന്ന ദൈവം, ഉത്ഥിതനായ കർത്താവ്. ഉത്ഥിതനായ കർത്താവ് കെട്ടുകഥയില്ല, ഒരിക്കലും കെട്ടുകഥയില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് 2 ആഴ്ച മുമ്പ് ഞാൻ പോയപ്പോൾ, സ്ഥലത്ത് പോയപ്പോൾ, ടർക്കിയിൽ ഇസ്താംബൂളിൽ ചെല്ലുമ്പോൾ അവിടെ ഹാഗിയ സഫിയ എന്ന് പറയുന്ന കത്തീഡ്രൽ, അത് പണ്ട് സഭയുടെ ഒരു കേന്ദ്രമായിട്ടിരുന്ന സ്ഥലമാണ്. അത് പിന്നീട് അത് തകർക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ തകർക്കപ്പെടുന്ന 916 വർഷത്തോളം സഭയുടെ ഒരു കേന്ദ്രമായിരുന്ന സ്ഥലമാണ്. അപ്പം അവിടെ ഒരു വലിയൊരു കത്തീഡ്രൽ, അതിൻ്റെ എല്ലാം പ്രമിസ് വലിയൊരു സംഭവമാണ്. ചരിത്രം പഠിക്കുകയാണവേ, അതായത് 50,000-ത്തിലധികം ആളുകളെ തുർക്കികളായ മറ്റാളുകൾ കൊന്നുകളയുന്നുണ്ട്. പ്രസലോഷ് ക്രൈസ്തവരെ ഇതിനകത്തിട്ട് കൊന്നുകളയും. പ്രസലോഷ് ചോരപ്പുഴ ഒഴുകും. പ്രസലോഷ് മെത്രാന്മാരൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ അതിനകത്ത് കൊല്ലപ്പെട്ടു. അവർ മുഴുവൻ, അത് ഹിസ്റ്റോറിക്കലാണ്, അത് നമ്മളുണ്ടാകും ഹിസ്റ്റോറിക്കൽ സിംഗ്. അങ്ങനെ മരിക്കണമെങ്കിൽ അവർ ശരിക്കും അവരുടെ മുമ്പിൽ ആരെ കണ്ടിട്ടുണ്ട്?
യേശുവിനെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ സഭ പല വിധത്തിൽ പ്രതിസന്ധികളും വിഷമവും വരുമ്പോൾ എൻ്റെ മക്കൾ ഇവിടെ ഇതൊക്കെ തമ്പുരാൻ തരുന്നതേ ഈ നമ്മൾ മരത്തെ പിടിച്ച് കുലുക്കുന്നതിന് അറിയാമോ? ഈ പഴുത്തതെല്ലാം പൊഴിഞ്ഞു പോകാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവെ സ്തുതിക്കുന്നു. ഇതിൽ ഇനി പഴുത്തതൊന്നും ഇരിക്കേണ്ട എന്നുള്ള കർത്താവിൻ്റെ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. പച്ചപ്പുള്ളത്, ഉണർവുള്ളത്, ആത്മാവുള്ളത്, അഭിഷേകമുള്ളത് മാത്രം സഭയ്ക്കകത്ത് നിൽക്കാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കുന്ന ഒരു കുലുക്കാണിത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിക്കുന്ന കുലുക്കാണ്. പ്രൈസ് ദി ലോർഡ്. പഴുത്തതും കരിഞ്ഞതൊക്കെ ഒരു കാറ്റത്തങ്ങ് പോയിട്ട് ഇതിനകത്ത് ഇതൊരു വൃക്ഷമാണല്ലോ, സഭയൊരു വൃക്ഷമാണ്, പടുവൃക്ഷമാണല്ലോ, വടുവൃക്ഷം. അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ദൈവം അനുവദിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കണം. ഭാഗ്യ മക്കളെ, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു ക്രിസ്ത്യാനിയാകുക എന്നുള്ള. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ ധനമാണ് ക്രിസ്ത്യാനി. ബീങ് എ ക്രിസ്ത്യൻസ് ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരു ഡോക്ടറേറ്റ് ഇല്ലെങ്കിലും നിങ്ങൾ ക്രിസ്ത്യാനിയായാൽ മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു ബിസിനസ് എങ്കിലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയായാൽ മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആരുമില്ലെങ്കിലും നിങ്ങൾ ക്രിസ്ത്യാനിയായാൽ മതി. പ്രൈസ് ദി ലോർഡ്. നീ രോഗിയായാലും നീ ക്രിസ്ത്യാനിയായാൽ മതി. നിൻ്റെ കുഞ്ഞു രോഗിയാണെങ്കിലും ഒരു ക്രിസ്ത്യാനിയായാൽ മതി. വേറെ ഒന്നും വേണ്ട. എല്ലാത്തിനേക്കാളും വലിയ ഡോക്ടറേറ്റ് അത് തന്നെയാണെന്ന് നീ അറിഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ Yes or no? Yes or no? Yes or no? ഒന്ന് കൈയടിച്ചേ. സ്തുതിക്കുന്നത് ബന്ധനെല്ലാം അഴിയട്ടെ, അഴിഞ്ഞു പോട്ടെ, എല്ലാം കെട്ടും അഴിഞ്ഞു പോട്ടെ, എല്ലാം കെട്ടും അഴിയട്ടെ. രണ്ട് കാര്യം എടുത്ത് പറയാം, ഹല്ലേലൂയ, ഈശോ ആരാധന. ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഈശോ കൊണ്ട് നിറയണം, നിറഞ്ഞ് കവിഞ്ഞു ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിക്കണം. ഞാനും നിങ്ങളും ഈ സഹന സമയത്ത് ഞാനും നിങ്ങളും പറയേണ്ട വചനമുണ്ട്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വചനം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കും, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്തു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് രണ്ട് കരപ്പെടുത്തി പറഞ്ഞ് ഹല്ലേലൂയ. എന്തിനാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത്? ഒറ്റ അർത്ഥമുള്ളൂ, സ്വർഗത്തിൽ പോകാൻ. സ്വർഗത്തിൽ പോകാൻ ക്രിസ്ത്യാനി തന്നെ ആവണോ? പ്രൈസ് ദി ലോർഡ്. സഭ പറയുന്ന വിശ്വാസം പഠിപ്പിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഈശോ അപ്പസ്തലന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാം ഒരു സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 3:1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ട്, ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഈ വീണ്ടും ജനനമുണ്ട്, ജലത്താലും. അത് ദൈവം നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നേരിട്ടല്ലാതെ ദൈവം കൊടുക്കുമായിരിക്കും എന്നാണ് സഭയുടെ വിശ്വാസം ചിലർക്കൊക്കെ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നമുക്കറിയത്തില്ലല്ലോ, ദൈവത്തിൻ്റെ രഹസ്യങ്ങളും നമുക്കറിയാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഉറപ്പാണ്, സ്വർഗം കാണണമെങ്കിൽ ജലത്താലും ആത്മാവ്, അത് നേരിട്ടോ പരോക്ഷമായി, ഡയറക്റ്റ്ലി ഓർ ഇൻഡിറക്റ്റ്ലി. പ്രൈസ് ദി ലോർഡ്. ദാറ്റ്സ് ദി ടീച്ചിങ് ഓഫ് ദി ചർച്ച്. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതിക്കുന്നു. നമ്മളെല്ലാം നേരിട്ട് സ്വന്തമാക്കിയവരാ. പ്രൈസ് ദി ലോർഡ്. നേരിട്ട് സ്വന്തമാക്കിയവരാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പാപം ചെയ്യരുത്, വിശുദ്ധിയിൽ ജീവിക്കണം. സഭയിൽ ജീവിക്കുമ്പോൾ പാപത്തിന് ഗൗരവമായ പരിണത പോലെ ഉണ്ട് കേട്ടോ. ഇല്ല എന്നാരെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ചേക്കരുത്. അവർ ബൈബിൾ വിരുദ്ധമാണ്. സുവിശേഷ പുതിയ നിയമത്തിലൊരു വചനം വായിക്കാം. ശ്രീകോടതി പറഞ്ഞ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 11:1 27 മുതലുള്ള വചനം. അത് ശരിക്കും ഞാൻ തുടങ്ങുന്നത് 23 വർഷം. കർത്താവിൽ നിന്ന് പൗലോസ് പറയുകയാണ്, കർത്താവിൽ നിനക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്,
എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അയോഗ്യതയോടെയുള്ള പരിശുദ്ധ കുർബാന സ്വീകരണം, അയോഗ്യതയോടുകൂടിയുള്ള സഭയിലുള്ള ജീവിതം, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെക്കുറിച്ചും കൂടിയാണിത് പറയുന്നത്. അതിൽ അയോഗ്യതയോടെ സഭയുടെ നിയമം, സ്നേഹത്തിൻ്റെ കൽപ്പന അത് ലംഘിച്ചുകൊണ്ട് സഭയിലായിരിക്കുകയും പരിശുദ്ധ കുർബാന ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ബലിയർപ്പിക്കുകയും ചെയ്താൽ ആ വ്യക്തി ചെയ്യുന്നത് ആള് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിനെതിരെ തെറ്റ് ചെയ്യുന്നു. അങ്ങനെ പറയാണ്. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം, ആത്മശോധന, ആത്മാവിനെ വിശുദ്ധീകരിച്ചതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നു. ഈ ബലിപീഠത്തിനെതിരെ, പരിശുദ്ധ കുർബാനയ്ക്കെതിരെ, പൗരോഹിത്യത്തിനെതിരെ, അപ്പസ്തോലന്മാർക്കെതിരെ, കൂദാശകൾക്കെതിരെ, വിശുദ്ധ വചനങ്ങൾക്കെതിരെ, കർത്താവിൻ്റെ മൗതിക ശരീരത്തിനെതിരെ തെറ്റ് ചെയ്യുന്ന ഒരുവൻ അതിൽ പങ്കുവെക്കുമ്പോൾ അത് അവന് ശിക്ഷാവിധിക്ക് കാരണമെന്നാകുമെന്ന പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. വീണ്ടും പറയുകയാണ്, എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും അവൻ കുടിക്കുന്നു. അവൻ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാം തന്നെ അവന് ശിക്ഷയ്ക്ക് കാരണമായിട്ട്. നമുക്കറിയാം, യൂദാസ് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പുറത്തു പോകുമ്പോൾ ബൈബിൾ പറയുന്നത് പിശാച് അവനെ കയറുന്നു. അങ്ങനെ കുർബാന സ്വീകരിച്ചതിന് അങ്ങനെ പിശാച് കയറുന്നു. അതിൻ്റെ കാരണം ഇതാണ്, അവൻ ക്രിസ്തുവിനെതിരായിട്ട് നീങ്ങുന്ന ഒരുവനാണ്, സഭയ്ക്കെതിരായിട്ട് നീങ്ങുന്ന ഒരുവനായതുകൊണ്ടാണ് അത് കുർബാന സ്വീകരിച്ചിട്ടും അവന് കയറുന്ന പിശാചാണ്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ഇടയിൽ ചില ആളുകളൊക്കെ പള്ളി വരുന്നവരെ തന്നെ നമുക്ക് കാണാം. എന്ത് കാണാൻ പറ്റും? പിശാചുക്കളെ കാണാൻ പറ്റും. എന്തുകൊണ്ട്? ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും, കേട്ടണം, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നിങ്ങൾ രോഗികളാകുമെന്ന് പൗലോസ്ലീഹ പറഞ്ഞു. എന്ത് ചെയ്താൽ? കുർബാനയ്ക്കെതിരെ തെറ്റ് ചെയ്താൽ, ബലിപീഠത്തിനെതിരെ തെറ്റ് ചെയ്താൽ, പൗരോഹിത്യത്തിനെതിരെ തെറ്റ് ചെയ്താൽ, സഭയുടെ ഭൗതിക ശരീരത്തിനെതിരെ തെറ്റ് ചെയ്താൽ, കൂദാശകൾക്കെതിരെ തെറ്റ് ചെയ്താൽ, ശരീരരക്തങ്ങളെ അവഹേളിച്ചാൽ, അതാണ് ഇന്ന് ചില ഈ ബ്ലാക്ക് മാസ് പോലത്തെ ഗ്രൂപ്പുകൾ വലിയ, ഞാൻ കാണാറുണ്ട് ഇവിടെ ഈ സാത്താനെ ആരാധിക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ പോയ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വരും. എൻ്റെ മക്കൾ ഇതിങ്ങളുടെ തലേ കൈവെക്കുമ്പോഴേ കാണാം വലിയ ബഹളം വെച്ച് അലറിക്കൊണ്ട് അന്ധകാര ശക്തികൾ ഇറങ്ങിപ്പോകുന്നു കാണാറുണ്ട്. രോഗികളെ, ചില മാനസിക രോഗികളായിട്ട് കണ്ടോ, രോഗികളും ദുർബലരാകും. ദുർബലം ചില മനസ്സിന് കട്ടിയില്ല, ഡിപ്രഷൻ കയറി പിടിക്കുക, ഭയം കയറി പിടിക്കുക, ബലം നഷ്ടപ്പെട്ട മനസ്സ്, ഉറപ്പില്ല, അവൻ തീരുമാനത്തിൽ ഉറപ്പില്ല. ഇന്നൊരു വിശ്വാസം, നാളെ വേറെ വിശ്വാസം. ഇന്ന് അപ്പനോട് സ്നേഹം, നാളെ അപ്പനെ തള്ളി പറയും. ഇന്ന് അമ്മയോട് സ്നേഹം, നാളെ അമ്മയെ തള്ളി പറയും. ഇന്ന് ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടം, നാളെ ആളെ വഞ്ചിക്കും. ഇന്ന് ഭാര്യയോട് ഭയങ്കര സ്നേഹം, നാളെ അവളെ വഞ്ചിക്കും. ഇന്ന് മക്കളോട് സ്നേഹം, നാളെ അത് വഞ്ചിക്കും. ഇന്ന് സഭയോട് സ്നേഹം, നാളെ സഭയെ വഞ്ചിക്കും. ദുർബലരായ ആൾക്കാർ. Can you follow me? വീണ്ടും വായിക്കാൻ പോകും. നിങ്ങൾ പല രോഗികളും ദുർബലരുമായി, ചില മരിച്ചുപോയതിനും ചില മരണങ്ങൾ പോലും ഉണ്ടായത് സഭയ്ക്കെതിരെ വിശ്വാസത്തിന് തെറ്റിയതാന്ന് പറയുന്നതിന് കാരണമുണ്ട്. എന്നറിയാമോ?
ഇത് പൗലോസ്ലീഹ പറയുമ്പോൾ ഒരു വചനം, ഒരു സംഭവമുണ്ട്. ആദ്യ സഭയുടെ സംഭവമാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനത്തിൽ അനനിയാസും സഫറിങ് പത്രോസിന്റെ അടുത്ത് വന്നിട്ട് പത്രോസിനെ കബളിപ്പിക്കുന്നത് കാണാൻ പറ്റും. ശുദ്ധ നുണ പറയുന്നത് കാണാൻ പറ്റും. ആദ്യ സഭയുടെ വിശുദ്ധമായ കാഴ്ചപ്പാടുകളെ തകിടം മറിക്കുന്ന കാണാം. മരിച്ചു വീണതായിട്ടാണ് പറയുന്നത്. സഭയിൽ നടക്കുന്ന ആദ്യത്തെ പെട്ടെന്നുള്ള മരണം കാണുന്നത് അവിടെയാണ്. പരിശുദ്ധാത്മാവിനെതിരായിട്ട് വാവെക്കുമ്പോൾ അവിടെ ചില മരണങ്ങൾ ഉണ്ടാകുന്ന ബൈബിൾ പറയുന്നു കേട്ടോ. ഇറ്റ്സ് റിട്ടൺ ഇൻ ദ ബൈബിൾ. സഭയ്ക്കെതിരേക്ക് നീങ്ങുന്നിടത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇത് ബൈബിളാണ്. ഐ ആം സ്പീക്കിംഗ് ദ ബൈബിൾ. Can you follow me? Hallelujah. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നിങ്ങൾ പല രോഗികളും ദുർബലമാരും ചില മരിച്ചു പോകാനും കാണും. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ല. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സഹോദരൻ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുകയും വിശപ്പുള്ളവർ വീട്ടിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സമ്മേളനം ശിക്ഷാവിധിക്ക് ഉപകരിക്കുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്തിക്കൊള്ളാം. ഹല്ലേലൂയ. അതായത് സഭയായിട്ട് ഒരുമിച്ച് സൈക്യത്തോടെ സ്നേഹത്തോടെ, സ്നേഹമെന്ന പുണ്യത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പൗലോസ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് രോഗങ്ങളുണ്ടാകാം, തകർച്ചകളുണ്ടാകാം, മരണങ്ങൾ പോലും സംഭവിക്കുമെന്ന് പറയണം. പാപത്തിൻ്റെ സഭയ്ക്കെതിരെ തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് പരിശുദ്ധമായി പഠിപ്പിക്കുക. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിച്ചേ ബന്ധനടിഞ്ഞു പോട്ടെ ഉച്ചത്തിൽ ഒറ്റ വിളിച്ചോയേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു ശുശ്രൂഷ ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, വളരെ സിൻസിയർ. എനിക്ക് അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മ നമ്മളറിയാതെ ഇടയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്ന് സഭ മുഴുവനും എത്തേണ്ട ഒരു ശുശ്രൂഷയാണ് ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ. കാരണം ഇതൊന്നും നമുക്കിങ്ങനെ പിശാചിനെ ബഹിഷ്കരിക്കുന്ന പറഞ്ഞൊന്നും പോകുന്നൊന്നുമല്ല. ഇത് വരം തന്നെ വേണം. ആരാൾ ക്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, വരം തന്നെ വേണം. അത് കുറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കൊക്കെ ഈ പീഡനങ്ങൾ വരുന്നതും വിഷമം വരുന്നതിന് കാരണം ഈ ഒരു വരം ഉള്ളതുകൊണ്ട്. മുക്കുകൊണ്ടം കള്ളം മൂട്ടിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി. പ്ലേറ്റ് ഇരിക്കുന്ന കട ആരും കയറാറില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നാന്തരം സ്വർണ്ണക്കടല കയറാറുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന. കേൾക്കുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതാണ് ഈ വരം എന്ന് വെച്ച സംഭവം. ഞാൻ വെറുതെ പറയാം, എനിക്കൊത്തിരി അനുഭവമുണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ. കാരണം എനിക്കിത് എൻ്റെ ആകെ ദൈവമേ ഒരു സെക്കൻഡ് കിട്ടി, ആ ഒരു സെക്കൻഡ് ചിലപ്പോൾ ഒരുത്തിൻ്റെ തല തൊട്ടിട്ട് പോയത് അവൻ രക്ഷപ്പെട്ടു. എൻ്റെ കഴിവൊന്നുമല്ല, ഇത് തന്നു ദൈവമാണ്. ഞാനിങ്ങനെ നമുക്ക് ടാങ്കിനകത്ത് വെള്ളം ഞാൻ ഊറ്റിക്കൊടുക്കുന്നയാൾ. വെള്ളവും ടാങ്കും രണ്ടും ഉടയവൻ്റെയാണ്. ഞാനാകെ ഇതൊന്ന് ടാപ്പ് തുറന്ന് ഊറ്റിക്കൊടുക്കുന്നത് മാത്രം. അല്ലാതെ എൻ്റേതൊന്നും വരുന്നില്ല. The spring is not from me. The spring is not from me. The spring is from above. എനിക്കിന്നത്തെ റോളൊന്നുമില്ല, പക്ഷെ എനിക്ക് നല്ല ആത്മവിശ്വാസമില്ല, ദൈവവിശ്വാസം. ആത്മവിശ്വാസം പാടില്ല, ദൈവവിശ്വാസം വേണ്ട. ഒത്തിരി പേർക്കുള്ളത് ആത്മവിശ്വാസമുണ്ട്, പക്ഷേ ദൈവവിശ്വാസം. ഹല്ലേലൂയ. കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട് കാര്യം. കോൺഫിഡൻസ് ഉള്ളവന്നിട്ട് തന്ന് വിരട്ട് കാണാൻ വേണ്ടി അതോടെ അവൻ്റെ പരിപാടി തീരും. ദൈവവിശ്വാസം ഉള്ളവനെ എന്നെ വിരട്ടിയാലും അവനോട് അതുപോലെ നിൽക്കും. കർത്താവിൻ്റെ കരമാണ് അവനെ പിടിച്ച് താങ്ങി നിർത്തുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. യേശുവേ ആരാധന. ഹല്ലേലൂയ. നീതിമാനായ ഒരു ദൈവമുണ്ട് മക്കളെ. സർവശക്തനായ ഒരു ദൈവമുണ്ട്. നീതിവിധിയാളനായ ഒരു ദൈവമുണ്ട്. കാരുണ്യവാനായ ഒരു ദൈവമുണ്ട്. തൻ്റെ മക്കളോട് ദൈവം കരുണ കാണിക്കും. തൻ്റെ മക്കളോട് ദൈവം നീതിയോടെ വിധിക്കും. അവൻ്റെ നാമം
മഹത്വമേറിയ നാമം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നാമത്തെ ദുഷിക്കുന്ന നാവുകളെ ദൈവം ചോദ്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കരം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വ ആരാധന, വിശ്വ ആരാധന. ദൈവമുണ്ട്. നേരെ സത്യസന്ധമായ കാര്യം. ദൈവം എന്നൊരാളുണ്ട്. ധോനിക്കച്ചനൊന്നുമല്ല. ഞാൻ പറയില്ല, ഞാനൊരു ഈ പണ്ടാരം മൺപാത്രങ്ങൾ നിധി അല്ലേ, മൺപാത്രത്തിലെ നിധി ഇരിക്കുന്നു. ഒന്നാം തരം പച്ച മണ്ണിനകത്ത് വെച്ചിരിക്കുന്ന നിധിയാണ് കൃപ. നമ്മൾ സ്വർണ്ണപാത്രമൊന്നുമല്ല, മൺപാത്രം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞത്, ഈശോ, ഞാൻ എന്നെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു, ദൈവമുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിൽ വേണം. എന്ത് പ്രതികൂല സഭയിൽ എന്തെല്ലാം കൊള്ളൊക്കെ വന്നാലും എൻ്റെ മക്കൾ പരിശുദ്ധ കുർബാനയെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമാണ് ദിവ്യകാലത്തിൽ എഴുന്നള്ളിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ അച്ഛൻ്റെ കുറവോ മെത്രാൻ്റെ കുറവോ കൂട്ടലൊന്നും നോക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരു വൈദികൻ, ഒരു നല്ല മെത്രാൻ മരണം വരെയും ആളിലുള്ള കർത്താവിൻ്റെ കൃപയ്ക്ക് ഒരു ഡിഗ്രി പോലും കൃപ കുറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനമാണ്. കുറവുകൾ കാണും, എല്ലാവരും കുറവാണ്. പ്രൈസ് ദി ലോർഡ്. കുറവുകൾ കാണും, മനുഷ്യരല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഈ നാളെ വെച്ചാൽ പഴയ കാലമല്ല. പ്രൈസ് ദി ലോർഡ്. വളരെ ടഫായ കാലം. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എല്ലായിടത്തും വിഷമം, കുടുംബജീവിതങ്ങളിൽ വിഷമം, സഭാത്മക ജീവിതത്തിൽ വിഷമം, എല്ലായിടത്തും വിഷമങ്ങളുടെ കാലം. അത് നമ്മൾ അത് എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നാറില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ സ്വാഭാവികം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കടന്ന കർത്താവിൻ്റെ സഭ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, നിത്യത്തിലേക്ക് തന്നെ ശാന്തമായി ഒഴുകുമെന്ന് ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രത്യാശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെ തകർക്കാൻ ഈ ഭൂമിയിൽ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. ഞാൻ വിചാരിച്ചാൽ പോലും നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ കയ്യിലല്ലല്ലോ ഇത്. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവിൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ കുർബാന സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഏലിയാ പ്രവാചകൻ അഹാബിനെയും ജസബലിനെയും ഭയപ്പെട്ട് ഓടുന്നൊരു സംഭവം. ഓടിപ്പോയി, ആൾ പോയി മടുത്തു, ശുശ്രൂഷ ചെയ്ത് തളർന്ന് കിടക്കുന്നൊരു കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മരിച്ചാൽ മതിയേ എന്ന് പറയുകയാണെങ്കിൽ കിടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉറക്കത്തിൽ ഉറങ്ങി കഴിഞ്ഞാൽ എഴുന്നേപ്പാണ്ടേ ടക്കോ. പ്രൈസ് ദി ലോർഡ്. നോക്കുമ്പോണ്ടേ വിളിക്കുക, ദേ എഴുന്നേക്ക്. ആരായിരുന്നു നോക്കുമ്പോണ്ടേ ഒന്നാം തരം പാത്രത്തിൽ നല്ല സുന്ദരം അപ്പം. പ്രൈസ് ദി ലോർഡ്. വെള്ളമൊക്കെ തലയ്ക്ക് തന്നെ വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തലയ്ക്കിൽ എന്താ വെച്ചെന്നറിയോ? കിടന്നുകൊണ്ട് തന്നെ കഴിച്ചോട്ടെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേക്കണ്ടെന്ന് കിടന്നുകൊണ്ട് കഴിച്ചു. പ്രൈസ് ദി ലോർഡ്. കാൽക്ക വെച്ചപ്പനും എഴുന്നേക്കണ്ടേ, തലക്കേൽ വെച്ചിരിക്കുകയാണ്. അത്രയും കയറിയുന്നൊരു ഒരു പ്രവാചകനെയും ദൈവം കെയർ ചെയ്യാതിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾക്കും കിട്ടുന്നത് ആ അപ്പം ഉണ്ട്. അതാ ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന അതം കഴിച്ചാൽ മതി. അത് പറയുന്നുണ്ട്, ബൈബിള് പറയുന്നത്, അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി. അവിടെ നിന്ന് അവൻ നേരെ അഗ്നിരഥത്തിൽ ആകാശത്തിലേക്കും പോയി. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ രഹസ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ചില സംഭവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലേ, പക്ഷെ എനിക്ക് നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങളെ മുഖാഭിമുഖം കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊന്നും ഒരിക്കലും നിങ്ങളും സമ്മതിച്ച് തരികയല്ല, സമ്മതിക്കാൻ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതല്ലല്ലോ ഇത്. അതുകൊണ്ടല്ലേ മത്തായിയുടെ സുവിശേഷം 11:25-26-27 വചനം പറയുന്നുണ്ട്, പിതാവേ നീവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരെന്നും മറച്ചു വെച്ച് വെളിപ്പെട്ട് കിട്ടുന്നതിൻ്റെ കാരണം എന്താ? ശിശുവായതുകൊണ്ട്. ബുദ്ധിമാന്മാരുടെ മുമ്പിൽ വെളിപ്പെടില്ലെന്നാണ് അഭിഷേകം പറയുന്നത്. ഈശോയെ നമുക്കറിയാം, ഈശോയുടെ പീഡാസഹനത്തിൻ്റെ സമയത്ത് ഏറ്റവും സുന്ദരമായ സംഭവമുണ്ട്. പിലാത്തോസിൻ്റെ അരമനെ വെച്ച് വിചാരണ ചെയ്യുന്നുണ്ട് പിലാത്തോസ്. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ ഇവൻ ഗലീലിക്കാരനെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരോട് പറഞ്ഞു, ഇതേ ഗലീലിലെ ഹെറോദോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ്റെ അടുത്ത് അപ്പോൾ ഗലീലിൽ നടപ്പം അപ്പം പിലാത്തോസിനെ എങ്ങനെയും ഒഴിവാക്കാന്ന് വെച്ചുകൊണ്ട് നേരെ ഈശോയെ ഹെറോദോസിൻ്റെ അടുത്തേക്ക്. ഹെറോദോസ് വന്നപ്പോൾ അങ്ങ് പരിഹസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഫുൾ ടൈം ഹരാസിങ്. സൈന്യദണങ്ങളെല്ലാം കൂട്ടി അട്ടഹസ്യം. നീ ഒരു അത്ഭുതമൊക്കെ പ്രവർത്തിച്ചേ, ഒരു അടയാളമൊക്കെ പ്രവർത്തിച്ചേ, വലിയ ആളൊക്കെ അല്ലേ, ഒന്ന് കാണിച്ചേ, ഇങ്ങനെയൊക്കെ പരിഹസിക്കുന്നതാണ്. പക്ഷെ രസം എന്നാ അറിയോ? 1.5 മണിക്കൂർ അവൻ പരിഹസിച്ചിട്ട് ഈശോയുടെ വായിൽ നിന്ന് ഒരൊറ്റ അക്ഷരം വരുന്നില്ല. ആ
അവസാനം അവൻ നാണം കിട്ടും. കാരണം ദൈവം വാതുറക്കുന്നത് വിശ്വാസിയുടെ മുമ്പിൽ മാത്രം, അല്ലാത്തൊരു ദൈവം വാതുറക്കില്ല. സുവിശേഷത്തെ പരിഹസിക്കുമ്പോൾ തോന്നും ഇനി ദൈവം നിന്റെ മുമ്പിൽ വാതുറക്കില്ല. പിന്നെ അവസാനവും പറഞ്ഞു നീ പോ, ഇവനെ കൊണ്ട് പോകാൻ പറയും. പിന്നെ ഈശോ സംസാരിക്കുന്നുണ്ട് ആരോട്? പിലാത്തോസിനോട്. കാരണം അവന് കുറച്ചും കൂടെ വിശ്വാസമുണ്ട്. അവന് വിശ്വാസം കൊടുത്ത അവൻ്റെ ഭാര്യയാണ്. ശ്രവണത്തിൽ ഹലോലിച്ച അവൾക്ക് വലിയ വിഷമമാണ്, പിലാത്തോസിനും വിഷമമാണ്. പിന്നെ ചെയ്തേ പറ്റൂ. കമ്പൽഡ് പബ്ലിക്കിൻ്റെ നിർബന്ധം വന്നോടെ മനസ്സില്ലാ മനസ്സോടെ അവൻ വിധിവാചകം ഉച്ചരിക്കുക. അപ്പോൾ ഈശോ അവനോട് പിന്നെയും സംസാരിക്കുന്നുണ്ട്, പക്ഷെ വേറെ ആരോടും സംസാരിക്കുന്നില്ല. കാരണം അതാണ് ബൈബിൾ പറയുന്നത്. യോഹന്നാൻ 1:12 അർത്ഥം അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. തുറക്കണം നമ്മൾ. അതുകൊണ്ടാണ് ഈ യാക്കോബിൽ ലേഖനം 4:6-10 വരെ ആകയാൽ അവിടുന്ന് അരുളി ചെയ്യുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. മക്കളെ, അച്ഛൻ ഒന്നേ പറയാനുള്ളൂ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എളിമയെന്ന പുണ്യം മറക്കരുത്. നമ്മളാരും വലിയവരൊന്നുമല്ല, ഞാനായാലും നിങ്ങളായാലും. നമ്മൾ വിട്ട് ദൈവമാണ് വലിയവനെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകരുത്. അഹങ്കരിച്ചുണ്ടല്ലോ ചിലപ്പോൾ എപ്പോഴാ അപകടം വരുന്ന പറയാൻ പറ്റില്ല. ഒരു നിമിഷം മതി എല്ലാം തലതിരിയാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലുള്ള രോഗികളെ കാണാനായിട്ട് ഞങ്ങൾ കുറേ പേര് ഓടിപ്പോയി. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുറേ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ അവിടുത്തെ ഇൻചാർജായിരുന്ന ആളുകൾ ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഓരോ പേഷ്യൻസിൻ്റെ അടുത്ത് സങ്കടം തോന്നും, ഒത്തിരി വേദന തോന്നും, ഒത്തിരി പരിതാപകരമായ അവസ്ഥ. അപ്പോൾ അതിലൊരുത്തിനെ ഞോർക്കുകയാണ്. അവന് ഒരു എൻജിനീയറായിരുന്നു, വലിയൊരു VIP, ലക്ഷക്കണക്കിന് രൂപയുടെ സാലറി ഉണ്ടായിരുന്ന വലിയൊരാൾ. അവന് ഒരു ദിവസം ഇവൻ്റെ ഭാര്യ ഇവനും കൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് വെച്ച് ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. ഭാര്യ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെങ്കിൽ ഇവൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇവനിട്ടാണ് ഇടി മുഴുവൻ വന്ന് തലയ്ക്ക് ക്ഷതമേറ്റു. പിന്നെ അവനെ വീട്ടിൽ കൊണ്ടുവന്നു, ചികിത്സിച്ചിട്ട് ഭേദമായെങ്കിലും പക്ഷെ അതോടെ അവന് ഒരു മാനസികമായ ഗൗരവമേറിയ പ്രശ്നമായി. അപ്പോൾ ഇവനെ പിന്നെ അവർ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തുകൊണ്ട് പിന്നെ നേരെ ഈ ഹോസ്പിറ്റലിലാക്കി. ഹോസ്പിറ്റലിൽ വന്നിങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീട്ടിൽ നോക്കാൻ മേല, ആകെ വലിയൊരു വിഷമമാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലുകാരോട് പറഞ്ഞ് അവരവിടെ താമസിപ്പിച്ചു. അപ്പോൾ എനിക്ക് ചൊല്ലുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 1 വർഷത്തോളമായിട്ട് ഇവൻ അവിടെ ഇങ്ങനെ ഒരു കിടക്കുക എന്ന് ഇവർ പറയുന്നത്. ഒരു വലിയ VIP-യുടെ ഒരു മോനാണ്. ചിലപ്പോൾ എന്തൊക്കെ മനസ്സിൽ വരെ ഒരു സെക്കൻഡ് മതി എല്ലാവർക്കും ഒന്ന് മാറിപ്പോകാൻ. വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിങ് ഇടത്തോട്ടോ വലത്തോട്ടോ 1 ഡിഗ്രി മാറിയാൽ മതി, നമ്മുടെ അഹങ്കാരമൊക്കെ അന്നുകൊണ്ട് തീരും. അത് ഞാനായാലും നിങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ വേറെ വല്ലതൊക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. കേൾക്കുന്നുണ്ടോ? യേശുവേ നന്ദി. ശമ്പളവും പരിപാടിയും ജോലിയും കലാപരിപാടിയും എല്ലാം ഒരുമിച്ചങ്ങ് തീരും. ഞാനായാലും നിങ്ങളായാലും ഒക്കെ ഓർത്താണ്. അഹങ്കാരമൊക്കെ കളഞ്ഞ് പരസ്പരം സ്നേഹിക്കാൻ പഠിക്കാം. ശത്രുതയും വിദ്വേഷവും പരത്താതെ സ്നേഹം പരത്തുക. പരിശുദ്ധാത്മാവിൻ്റെ മക്കളായിട്ട് മാറുക. ദൈവസ്നേഹത്തിൻ്റെ മക്കളായിട്ട് മാറുക. യേശുവേ ബൈലോസിലെ പറയാം, അഹങ്കരിക്കാൻ എന്തുണ്ട്? ദാനമായി ലഭിച്ചതല്ലാതെ എന്തുണ്ട്? യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക. ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഞാൻ ചിലപ്പോഴൊക്കെ ചില കൺവെൻഷന് പോകുമ്പോൾ ആയിരക്കണക്കിന് രോഗികളായിട്ട് ആളുകൾ വരിക, സങ്കടം തോന്നും. ചില ചെറുപ്പക്കാർ 10-35 വയസ്സേ ഉള്ളൂ,
വണ്ടി ആക്സിഡൻറ്റ് വന്നിട്ട് നടുവൊടിഞ്ഞിങ്ങനെ പാവങ്ങൾ നിങ്ങൾ നമുക്ക് സങ്കടം വരും. ഇതൊരവസ്ഥയാണ്. പ്രശ്നങ്ങളോട് പ്രശ്നം വരും. ഈ ഓട്ടം നമ്മൾ മര്യാദയ്ക്ക് പോകും. പ്രസലോഷ് ദൈവം നടത്തട്ടെ. പ്രസലോഷ് ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കുക. പ്രസലോഷ് യേശുവേ ആരാധന. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്തു. യേശുവേ സ്തുതിക്ക് സ്തുതിക്ക് സ്തുതിക്ക്. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാ കെട്ടുകളും ബന്ധനമൊക്കെ അഴിഞ്ഞു പോകട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. നമുക്ക് കർത്താവിൻ്റെ കൈകളിൽ നമ്മെ തന്നെ ചേർത്ത് വെക്കാം. ദൈവകരങ്ങളോട് ചേർന്നിരിക്കാം. നമ്മളല്ല നമ്മളെ നടത്തുന്നതും ദൈവമാണ് നമ്മൾ നടത്തുന്നതും നമ്മൾ അറിയണം. നമ്മളല്ല നമ്മളെ വളർത്തിയെന്നും ദൈവമാണ് നമ്മളെ വളർത്തിയെന്ന് അറിയണം. നമുക്ക് ദൈവ സഹനങ്ങളും വേദന തരുമ്പോൾ അതെല്ലാം നന്മയ്ക്കായിട്ട് ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കണം. സഹനവും വേദനയും വരുമ്പോൾ ഓരോ തമ്പുരാനെ തള്ളി പറയരുത്. കൂടുതൽ സ്നേഹിക്കാനുള്ള അവസരം. ഈശോയെ കൂടുതൽ അടുക്കാനുള്ള അവസരം. ഈശോയെ കൂടുതൽ അനുഭവിക്കുക. അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. എല്ലാം പോസിറ്റീവാണ്. സർവ്വത്തെ പറയാം ഹല്ലേലൂയ. വിശ്വ ആരാധന. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു നിമിഷം കൊണ്ടെല്ലാം തിരിഞ്ഞു മറിഞ്ഞു പോകും. പക്ഷേ ഇവിടെയും നമ്മളൊരു കാര്യം, ദൈവമല്ല അങ്ങനെയുള്ള സഹനങ്ങളൊക്കെ നിങ്ങൾക്കും നമുക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അതിനപ്പുറത്ത് നമുക്കൊരു അതുമെല്ലാം നന്മ ഒത്ത് പഠിക്കണം. നമ്മളെല്ലാം എല്ലാത്തിലൂടെ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. പരിശുദ്ധാത്മാവിനെ പോകുന്ന നന്ദി. സർവ്വത്തെ പറഞ്ഞ് സ്തുതിക്കുന്നു. രണ്ട് കർ സ്തുതിച്ച് ബന്ധനഴിയട്ടെ, അഴിയട്ടെ, കട്ടഴിഞ്ഞു പോട്ടെ. പൈശാചിക ബന്ധനം അഴിഞ്ഞു പോട്ടെ. അന്ധകാരമാകട്ടെ, കേട്ടഴിയട്ടെ, ആടിയട്ടെ. വിശ്വേ സ്തുതിക്ക്. രണ്ട് കർമ്മ സ്തുതിക്കുന്നു. വിശ്വേ സ്തുതിക്കുന്നു. വിശ്വത്തെ സ്തുതിക്കുന്നു. ആമേ. എന്നും എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെടാൻ പാടില്ലാത്തൊരൊറ്റ പുണ്യമുണ്ട്. എളിമ. നമ്മൾ എളിമപ്പെട്ടോണം. എൻ്റെയും നിങ്ങളും നമുക്ക് തെറ്റുകളൊക്കെ വരാം. നമുക്കെല്ലാവർക്കും എളിമപ്പെട്ടോണം. എന്തൊരു എളിമപ്പെടണം? ഈശോ എളിമപ്പെട്ട പോലെ. ഈശോ എങ്ങനെ എളിമപ്പെട്ടത്? ശിഷ്യന്മാരുടെ പാദം. വീട്ടിൽ നമ്മൾ പാദവും കഴുകണം കേട്ടോ. പാത്രം കഴുകുന്ന കൂട്ടത്തിൽ പാദങ്ങളും കൂടെ കഴുകണം. വീട്ടിലെ എല്ലാ പ്രശ്നവും തീരുന്നു. ഭാര്യ ഭർത്താവിൻ്റെ കാല് കഴുകണം. ഭർത്താവ് ഭാര്യയുടെ കാലം. മക്കളങ്ങോട്ട് എളിമപ്പെടാൻ. ഞാൻ പറയും, ഈ പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ ചെയ്യുന്ന കാരണം വേണേ ഒരു അൺഒഫീഷ്യലായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന നല്ലതാണ്. സർവ്വത്തെ ഹല്ലേലൂയ. ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും. അതിനുള്ളൊരു എളിമപ്പെടും. നമ്മുടെ എല്ലാം നല്ല നമുക്കെല്ലാം കൊമ്പാണ്. ഭയങ്കര കൊമ്പാണ് നമുക്കെല്ലാം. ചില പഠിച്ചു, ചില സൗന്ദര്യം, ചില കഴിവ്, ചില ജോലി, ചില പണം, ഇത്ര വരുമ്പോൾ എന്തൊക്കെയോ മുളയ്ക്കുന്നുണ്ട്. യേശു ആരാധന. അതൊന്നും എനിക്കും നിൽക്കും പാടില്ല കേട്ടോ. നമ്മൾ എത്ര മാത്രം എളിമപ്പെടാവോ അത്രമാത്രം എളിമപ്പെടാം. യേശുവെ സ്തുതിക്കുക. കർത്താവ് അനുഗ്രഹമാക്കി നമുക്ക് മാറ്റിത്തരും. യേശുവെ നന്ദി. എളിമയൊരു പുണ്യമാണോ? എളിമയൊരു പരാജയമല്ല, എളിമയൊരു പുണ്യമാണ്. എളിമയൊരു തോൽവിയല്ല, എളിമയൊരു ധൈര്യമാണ്. 1 കൊരിന്തോസ് 1:18 നാശത്തിലൂടെ ചരിക്കുന്ന ഒരു കുരിശിൻ്റെ വചനം, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തി അത്രേ. ഞാൻ പലപ്പോഴും എൻ്റെ ആത്മീയ ജീവിതം നോക്കും. ചിലപ്പോഴൊക്കെ എന്ന് തോന്നും പൗലോസ്ലീഹയുടെ ജീവിതമൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ബന്ധമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ സഹനങ്ങളിലൂടെയൊക്കെ ഒരുപാട് വേദനയിലൂടെയൊക്കെ ശുശ്രൂഷിക്കേണ്ട വിളിയായിരിക്കും അത്. അപ്പം ചിലപ്പോൾ ഒക്കെ നമുക്ക് വിളി കിട്ടും. ശുശ്രൂഷ ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇവിടെ ഒരു കാര്യം കൂടെ അച്ഛനെ പറയുന്നത്, ഹീലിംഗ് ഉണ്ടാകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ക്ഷമിക്കണം. ഉള്ളു തുറന്ന് ക്ഷമിക്കണം. അന്ത്യത്താഴ് വേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് പറയുന്ന ഒരൊറ്റ വാക്ക്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ ഉള്ള ആരോടും പകയുണ്ട്. എനിക്ക് ഏറ്റവും വലിയ നന്മ, ഇന്നേ വരെ ഒരു പരിശുദ്ധ കുർബാന പോലും ആരോടും പകയും വിദ്വേഷവും വെച്ച് ഞാൻ അർപ്പിച്ചിട്ടില്ല. ഒരിക്കലും അർപ്പിച്ചിട്ടില്ല. ഇനി അർപ്പിക്കത്തുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഒന്നേ ഉള്ളൂ,
പരിശുദ്ധ കുർബാന. ജീവിതത്തിൽ ഞാൻ അത്യാഗ്രഹം പോലെ ആഗ്രഹിച്ചതൊന്നും മാത്രമേ ഉള്ളൂ, പൗരോഹിത്യം. വേറെ ഒന്നും ഞാൻ അത്യാഗ്രഹം പോലെ എനിക്ക് പൗരോഹിത്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേ ഞാൻ സംതൃപ്തനായി കഴിഞ്ഞു. എനിക്ക് ഇനി ഒന്നും വേണ്ട ആവശ്യമില്ല, എല്ലാം നേടിക്കഴിഞ്ഞു. 20 വർഷം മുമ്പ് തന്നെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയതാണ്. Can you follow me? ബാക്കി ദൈവം നടത്തുന്നൊന്നും മാത്രം. ഞാൻ പറയൊരു എനിക്ക് വേറൊന്നും വേണ്ട. ഐ വാണ്ട് ടു ബി പ്രീസ്റ്റ്. എനിക്ക് വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടി മരിച്ച് ഈശോയ്ക്ക് വേണ്ടി ചോദിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തിക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിക്ക് ഈശോയെ സ്തുതിക്ക്. ആമേൻ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോ തമ്പുരാനെ ക്ഷമിക്കണം. നമ്മൾ നിരുപാധികം ക്ഷമിക്കണം. എങ്ങനെ ക്ഷമിക്കണം? ഈശോ കുരിശിക്കണം. ഈശോയെ കുരിശി തറച്ച കൈകളും കാലുകളും കുരിശി തറച്ചിട്ടവരോട് കുരിശ് പ്രാർത്ഥിച്ചില്ല, പിതാവേ ഇവർ ചെയ്യുന്നെന്ന് ഇവരറിയുന്നില്ല, നീ ഒരു അതുപോലെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ പോലെ ആയിരിക്കണം. 2 നമ്മൾ ചെയ്യേണ്ട കാര്യം ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളുടെ ഒരു കാരണത്തടിക്കുന്നവർക്ക് മറ്റേ കാരണം കാണിച്ചു. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറണം. അതാണ് ക്രിസ്ത്യാനിറ്റി. അവിടെയാണ് ഗ്രേസ്. അങ്ങനെ ആയിത്തീരും. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ഷമിക്കുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനി ആകില്ല. ക്ഷമ ചോദിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി ആകില്ല. ക്രിസ്ത്യാനിയാണ്. അപ്പോഴാണ് നാം ദൈവ മക്കളായിട്ട് മാറുന്നത്. ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുന്നു. ദൈവ സ്നേഹം കൊണ്ട് പൊതിയട്ടെ. ഇന്ന് നമുക്ക് ഇന്ന് തുടർന്ന് നമ്മൾ ബഹിഷ്കരണ ശുശ്രൂഷയും പ്രാർത്ഥന ഹീലിംഗ് നടക്കാൻ പോവാനെ. പക്ഷെ ഉള്ളിൽ വെറുപ്പുള്ളവർക്ക് കിട്ടില്ല. ഉള്ളിൽ പകയും വിദ്വേഷമുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും ഈ അനുഗ്രഹം സ്വന്തമാക്കാൻ പറ്റില്ല. ഈശോ മരിച്ച ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്ന ഒറ്റ വാക്കുണ്ട്. എന്താ വാക്ക്? കല്ലുരുട്ടി മാറ്റി. ആ കല്ലാണ് കൃപയെ ബ്ലോക്ക് ചെയ്യുന്ന കല്ല്. ഈശോയ്ക്ക് കരച്ചില്ല, അത് വെറുപ്പിന്റെ കല്ലാണ്, പകയുടെ കല്ലാണ്, വിദ്വേഷത്തിന്റെ കല്ല്. അതെടുത്ത് മാറ്റണം. അതെടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ അതാണ് വെറുപ്പെടുത്ത് മാറ്റണം. സഭയിൽ നമുക്കുള്ള മുഴുവൻ വെറുപ്പും വിദ്വേഷവും പകയും എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ അഭിഷേകം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. സ്വർഗത്തിൻ്റെ അഭിഷേകം കൃപയൊഴുകി വരും. ഉണ്ട് നമ്മൾ പീഡിപ്പിച്ചവർ കാണും, നമ്മൾ ഒറ്റപ്പെടുത്തിയവരാണ്, നമ്മൾ പരിഹസിച്ചവരാണ്, ഉപദ്രവിച്ച അപ്പനാകാം, അമ്മയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മകനാകാം, മകളാകാം, സഭയാകാം, അച്ഛന്മാരാകാം, ആരും ആകട്ടെ നിരുപാധികം ക്ഷമിക്കണം. അങ്ങനെ നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായിട്ട് മാറും. വിശ്വസിക്കുന്നു. ഒരു ഹീലിംഗ് കിട്ടാനുള്ള തടസ്സം വെറുപ്പാണ്. ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന തടസ്സം പകയും വിദ്വേഷം. യേശുവേ സ്തുതിക്കുക. നമ്മൾ ഉള്ളിൽ എടുത്ത് കളയണം. നമ്മൾ ശരിക്കും സഹനശക്തി വേണം. എന്ത് വേണം? യേശുവേ സ്തുതിക്കുക. അപ്പം ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളുടെ ഒരു കാരണത്തടിക്കുന്നവർക്ക് മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ദൈവമക്കളായിട്ട് മാറണം. ജീവനെ കാളും നീ വലിയതാണെനിക്ക് ആരാധന അഭിഷേകം ഒറ്റ വിളിച്ചോയേ ആരാധന 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 അഭിഷേകം അഭിഷേകം ആരാധന
ആരാധന ആരാധന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം അഭിഷേകം തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. അഭിഷേകം ആരാധന ഒറ്റ വിളിച്ചോയേ ആരാധന. സ്തുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം രണ്ട് കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ച് അച്ചോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണം, കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. ഈശോയേ, ഞാൻ വാക്കാലും വിചാരത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അങ്ങേക്കെതിരായും മറ്റുള്ളവർക്കെതിരായും ഈ പ്രപഞ്ചത്തിനെതിരായും എനിക്ക് തന്നെ എതിരായും ചെയ്തു പോയിട്ടുള്ള രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളെയോർത്ത് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, കരുണയുണ്ടാകണമേ, 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 കൃപ ചൊരിയണമേ. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും എന്നെക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ, എല്ലാ പാപവും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒറ്റ വിളിച്ചോയെ സ്തുതിക്കുന്നു. അഭിഷേകം ഹല്ലേലൂയ, ആരാധന, ആരാധന. എൻ്റെ ഈശോയെ, കരങ്ങളുയർത്തി എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ തൊടണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ, കെട്ടുകൾ അഴിക്കണമേ, പാപബന്ധനം അഴിക്കണമേ, പൈശാചികബന്ധനം അഴിക്കണമേ. എൻ്റെ ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എന്നെ സ്പർശിക്കണമേ, എന്നെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിച്ചു മാറ്റണമേ, രോഗങ്ങൾ അഴിച്ചു മാറ്റണമേ, ശാപങ്ങൾ അഴിച്ചു മാറ്റണമേ. എൻ്റെ ഈശോയെ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന്
ഏറ്റുപറയുവാൻ എന്നെ അനുവദിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഒറ്റ വിളിച്ചോയേ. കൈകളൊടിച്ച് പാടാം, കൈകളൊടിച്ച് പാടാം. നന്നായിട്ട് കടിച്ച് എല്ലാം കെട്ടുപാടിക്കുന്നു. പോരാ, അഭിഷേകം. ഈശോ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിൽ സത്യത്തിൽ. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിൽ സത്യത്തിൽ. ആരാധിക്കുന്നേ. അഭിഷേകം. ഹല്ലേലൂയ. ജീസസ്. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം ആരാധിച്ചിടും. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ. കോട്ടകൾ തകരും ബാധകൾ ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ. പോരാ, അഭിഷേകം. ഹല്ലേലൂയ. അഭിഷേകം. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ. കോട്ടകൾ തകരും ബാധകൾ ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ. കോട്ടകൾ തകരും ബാധകൾ അഴിയും ആരാധന. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതർ മോചിതരായല്ലോ. അപ്പസ്തോല പോരാ, രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ. സത്താൻ സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ. സത്താൻ സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ. രോഗം രോഗം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ. രോഗം രോഗം നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം. ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പിടിക്കുന്നു, കൽപ്പിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളി വസിക്കുന്ന ഉത്ഥിതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ രക്തത്താൽ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. യെശയ്യാ 11:5-6-7 വചനം കൊണ്ട് കൽപ്പിക്കുന്നു. തിന്മയുടെ അരൂപികളോട് പൈശാചിക ശക്തിയോട് കൽപ്പിക്കുന്നു. ഉത്ഥിതനായ യേശുവിൻ്റെ നാമത്തിൽ, ഉത്ഥിതനായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യോഹന്നാൻ 3:8 യെശയ്യാ 22 വചനം കൊണ്ട് കൽപ്പിക്കുന്നു. യോഹന്നാൻ 3:8 ഇപ്പോൾ അവയെ ബന്ധിക്കുന്ന യേശുനാമത്തിൽ
യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈ കൂട്ടായ്മയുള്ള മക്കളെ വേദനിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളെയും, മനസ്സിൻ്റെ വേദന, ഒറ്റപ്പെട്ട മക്കള്, ഭയം, ഉത്കണ്ഠ, ആകുലത, അസ്വസ്ഥത, സങ്കടങ്ങൾ, ഒത്തിരിയേറെ ബുദ്ധിമുട്ട്, അഹങ്കാരം, അസൂയ, വെറുപ്പ്, പക, വിദ്വേഷത്തിൻ്റെ തിന്മയുടെ അരൂപികളാൽ ബന്ധിക്കപ്പെട്ട ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ അവൻ്റെ മേൽ, അവളുടെ മേലും, കുടുംബം മുഴുവൻ്റെ മേലുള്ള സാത്താൻ്റെ ശക്തികൾ കൽപ്പിക്കുന്നു. ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തില്, ബന്ധിക്കുന്ന യേശുനാമത്തില് ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ചുപിടി. ഈ മക്കളുടെ മേൽ, ഇവിടെ കുടുംബങ്ങളുടെ മേലുള്ള ദ്വേഷം മുഴുവൻ്റെ മേലുള്ള മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, സാത്താൻ്റെ ആരാധനകൾ, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സെറ്റ് വർഷിപ്പുകൾ, ഇവരെ അദൃശ്യമായിട്ട് ഉപദ്രവിക്കുന്ന പൈശാചിക ആത്മാക്കളോട്, ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അവയെ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. അടിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കുക. ഈ കൂട്ടായ്മയുള്ള മക്കളുടെ കുടുംബങ്ങൾ, ജീവിതങ്ങൾ പ്രവർത്തിക്കുന്ന മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെ, ലഹരികളുടെ, പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ, ബന്ധനങ്ങൾ, ചങ്ങലകൾ, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗരതികൾ, ബ്ലൂ ഫിലിമുകൾ, പൈശാചിക ശക്തികൾ, അവർ അടിമപ്പെട്ട് കഴിയുന്ന, ബന്ധനത്തിൽ കഴിയുന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിലും ഈ സമൂഹത്തിലെ കുടുംബങ്ങളിലുമുണ്ടോ അവരുടെ മേൽ, ആ കുടുംബങ്ങളിലുമുള്ള തിന്മയുടെ ശക്തികളോട്, പൈശാചിക ആത്മാക്കളോട് ഞാൻ കൽപ്പിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. മത്തായി 16, 18, 20 വചനങ്ങൾ ബന്ധിക്കുന്നു. ബന്ധിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിലൂടെ കുടുംബങ്ങൾ, തകർച്ചകൾ, ജോലി തടസ്സം, വിവാഹ തടസ്സം, സാമ്പത്തിക ബന്ധനങ്ങൾ, കെട്ടുകൾ, കടബാധ്യതകൾ, ഭയങ്കര പീഡകൾ, വലിയ പ്രശ്നങ്ങൾ, അഴിച്ചു മാറ്റാൻ പറ്റാത്ത ബ്ലോക്കുകൾ, വലിയ ബ്ലോക്കുകൾ, തടസ്സങ്ങൾ മൊത്തത്തോടെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്ന നാമത്തില്, ബന്ധിക്കുന്ന നാമത്തില്, ബന്ധിക്കുന്ന നാമത്തില് ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 ബഹിഷ്കരിക്കുന്നു. മാറിപ്പോകാൻ കൽപ്പിക്കുന്ന ശ്രമത്തില്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. വിവാഹ തടസ്സങ്ങൾ, വിവാഹ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ജോലി പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, പഠനമേഖല തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, കുടുംബത്തിലെ വഴക്ക്, കുടുംബ വഴക്ക്, പ്രശ്നങ്ങൾ, കുടുംബത്തിലെ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, തലമുറകളായിട്ടുള്ള രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, പൈശാചിക പീഡകൾ, വിഷമങ്ങൾ, വേറെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പീഡകളും കഴിയുന്ന മക്കൾ, അവരുപദ്രവിക്കുന്ന മുഴുവൻ അന്ധകാര അരൂപികളോടും ഞാൻ കൽപ്പിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ കാഴ്ചപ്പാടിലേക്ക് പോകാൻ കൽപ്പിക്കുന്നു. ഫിലിപ്പി 2 വഴിയിലേക്ക് പോകാൻ ആജ്ഞാപിക്കുന്ന ശ്രമത്തിൽ ഒറ്റ വിളിച്ചോയേ. രണ്ട് കരം ഉയർത്തിപ്പിടിക്കട്ടെ, കരം ഉയർത്തിപ്പിടിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും കൽപ്പിക്കുന്നു. പൈശാചിക പീഡകൾ, അസ്വസ്ഥതകളോട് കൽപ്പിക്കുന്നു. കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥനയും മുഴുകട്ടെ. എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. രോഗപീഠകളോട് കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള ഓരോ രോഗികളോട് കൽപ്പിക്കുന്നു. തലച്ചോർ സംബന്ധമായ രോഗം, വിട്ടുമാറാ തലവേദന, തലയ്ക്കുള്ള നൊമ്പരങ്ങൾ, തലയ്ക്കകത്തുള്ള ട്യൂമറുകൾ, ബ്രെയിൻ ഹെമറേജ് രോഗികളായ മക്കൾ, ഓട്ടിസം, ഹൈപ്പർ രോഗങ്ങളാൽ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ ബന്ധുക്കൾ, സ്നേഹിതർ,
ആ കുടുംബങ്ങളുടെ രോഗപീഠകളെ, തലച്ചോർ സംബന്ധമായ രോഗങ്ങളുടെ പൈശാചികപീഠകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ശ്രമത്തിൽ. ലൂക്കാ 8:31 ബഹിഷ്കരിക്കുക, മാറിപ്പോട്ടെ. ഒറ്റ വിളിച്ചോയേ, ഈശോ, ഈശോയേ. ഈ സമയത്ത് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ പ്രധാന ദേവാലയത്തിലുള്ള എല്ലാവരും മുട്ടുമേ നിൽക്കുന്നു. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം.